ഞാൻ ഇവിടെ ഒരു വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നേ. ഞാൻ പോണ വഴിയിലെ വീടുകളിലാണല്ലോ എപ്പോഴും കംപ്ലൈന്റ്സ്. ഞാനൊരു ശല്യത്തിനും വരുന്നില്ലല്ലോ. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ കാണാനുള്ള അവസരം അതും കൂടി കളിക്കരുത്. കള്ളിപ്പ തീരെയില്ലല്ലോ. അമ്മയാണ് സത്യം. ഇല്ല, പറഞ്ഞാൽ ആ വാക്ക് തിരിച്ച് നടക്കൂല. വിശ്വാസമില്ലെങ്കിൽ അമ്മയെ കാണുമ്പോ ചോദിച്ചു നോക്കിയോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാ അനുസരിക്കോ? സംശയം വേണ്ട, അനുസരിക്കാം. ജോസ് ഒരു പെണ്ണേട്ടി സന്തോഷമായിട്ട് കഴിയണത് കാണണമെന്നുണ്ട്. എന്താ മിണ്ടാത്തെ? ഇത്രയും ക്രൂരത എന്നോട് വേണോ? അത് വേണം. ജോസിന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറെ എന്തും പറഞ്ഞോളൂ, ഒന്നും ആലോചിക്കാതെ അനുസരിക്കാം. പക്ഷേ ഇത് ക്ഷമിക്കണം. ഇതിൽ കൂടുതൽ എന്നെ വിഷമിപ്പിക്കരുത്. ഇനിയിങ്ങനെ വഴിവെക്കൽ പോലെ നിന്ന് കാണാണ്ടിരിക്കാം. വന്നോ? മുത്തശ്ശൻ കിടന്നു. സൂക്ഷിക്കണേ, എനിക്കാവും കുറ്റം. നീ അറിഞ്ഞിട്ടില്ല പോരെ? വൈകരുത്, ഞാൻ അടുക്കളയിലുണ്ടാവും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയാം. എനിക്ക് പോണം. എന്തിനെങ്ങനെ പേടിക്കണേ? പേടിയുണ്ട്, എനിക്കൊന്നും പരിചയമില്ലേ. എനിക്ക് ഡെയിലി ഇത് തന്നെ ജോലി. ഒരു കാമുകൻ അഡ്വഞ്ചറസ് ആയിരിക്കണം. ഹൈവേമാൻ എന്നൊരു കവിതയുണ്ട് ഇംഗ്ലീഷില്. കൊള്ളക്കാരനായ കാമുകൻ എന്നും രാത്രി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും. കാമുകയായ പ്രഭുകുമാരി അവളുടെ സ്വർണ്ണ തലമുടി ജനാലിലൂടെ താഴേക്ക് നീട്ടിയിട്ട് കൊടുക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഒരു കുതിര വാങ്ങിക്കളേ. പക്ഷേ സ്വർണ്ണത്തലും കൂടി വേണം. എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റണില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ പറ്റണ്ടേ? മേനോസാറിന് സംശയം പറഞ്ഞപ്പോ പിന്നെ ഈ പരിസരത്തൂടെ വരാൻ മടിയാ. ചിലപ്പോ അച്ഛൻ വരും. ഇന്ന് മുത്തച്ഛൻ പറഞ്ഞതാ. അതാ രാത്രി തന്നെ കാണണമെന്ന് രാധയെ പറഞ്ഞു വിട്ടത്. അപ്പോ എല്ലാം മേനോസാർ അറിഞ്ഞല്ലേ? എന്നോടൊന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അറിയാം. നിങ്ങളുടെ ഏടത്തി മുത്തശ്ശിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തെന്ന് രാധ പറഞ്ഞു. ഏടത്തിക്ക് അറിയോ? അത് ഒരു അബദ്ധം പറ്റിപ്പോയി. സാരില്ല, എല്ലാവരും അറിയട്ടെ. അപ്പൊ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ സംഗതി സീരിയസ് ആവുക. എനിക്ക് ഒരാളെ പേടിയുള്ളൂ, ജവാൻ സാബിനെ. അച്ഛനെയും മുത്തച്ഛനെയും കാണുമ്പോ കവാത്ത് മറക്കരുത്. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒറ്റ പ്രശ്നമുള്ളൂ സുമ. അതൊരു പ്രശ്നമാവില്ല, അത് ഞാൻ ഏറ്റു. പിന്നെന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കതാ പേടി. ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? എന്ത് ചോദ്യം ഇത്? ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ വിട്ടുകളയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും ചീറ്റഡായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സുധാകരൻ നായരെ, തൃപ്തിയായിടോ? വളരെ നന്ദിയുണ്ട് സാർ. മിണ്ടിപ്പോരുത്, ഒന്ന് കുഴിച്ചു മൂടി. നിങ്ങൾ മനസ്സിലാക്കിക്കോ. വീഴ്ച കണ്ട കടന്ന് പോടാ അതിന്റെ മോനെ. ഞാൻ അന്നേ പറഞ്ഞതാ ഇത് പുലിവാലാകും പുലിവാലാകും. കേട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല, വരും പോലെ വരട്ടെ. അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പാല് തന്ന കയ്യിൽ കുത്തിയപോലായില്ലേ ഇത്? ഗോപാലേട്ടൻ എനിക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പാല് തന്ന കൈയായാലും വേണ്ടില്ല, വിഷം തന്ന കൈയായാലും വേണ്ടില്ല. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ വയ്യ.
എന്നാ പിന്നെ ആലോചിക്കാൻ എന്താ ഉള്ളത്? കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലേ? വിളിച്ചോണ്ട് വരിക, രജിസ്റ്റർ ചെയ്യുക. സുമ ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെ ചെയ്യും ഞാനത്? ഇതെല്ലാം കൂടെ ഒന്നിച്ച് നടക്കണമെന്ന് പറഞ്ഞ ആദ്യം വേണ്ടത് ആദ്യം. സുമയുടെ കാര്യം ഞാൻ 1-2 ആളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് തിരുത്തിയാലെന്ന് ഞാനിപ്പോ ആലോചിക്കണേ. എന്താ? ജോസ് ഒരിക്കൽ ഞാൻ ജോസിനെ മോഹിച്ചിരുന്നു. അന്നായിരുന്നെന്ന് പറഞ്ഞ് തടകെട്ടി നിർത്തി ഒരു പാഴ് നിലത്തേക്ക് തിരിച്ചു വിട്ടു. ഇപ്പൊ വീണ്ടും ജോസ്. എനിക്ക് വേണ്ട. ഞാൻ എന്റെ മോൾ മതി എനിക്ക്. അയാൾ ഇന്നും കാത്തിരിക്കുക. അത് അയാളുടെ വിധി. കുട്ടിയോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. എന്റെ ഏട്ടനൊരു പാവ. കുട്ടിയെ ജീവനാണെന്ന് എനിക്കറിയാം. ഞാനൊരു തടസ്സമല്ല. അത് ഏട്ടന് പറഞ്ഞ് മനസ്സിലാക്കുക. ജോസിന്റെ വിധി എന്റെ ഏട്ടനുണ്ടാവരുത്. എന്താ? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഈ കുട്ടി ആകെ പേടിച്ചിരിക്കുക. എന്തിന്? ആവോ ചോദിച്ചു നോക്ക്. ഞാൻ വിചാരിച്ച പോലെ അല്ല സുമ. സുമയ്ക്ക് ഇനിയൊരു വിവാഹം വേണ്ടെന്ന്. അത് ജോസാണെങ്കിൽ പോലും. പിന്നെ അച്ഛൻ എന്താണ്? സുധാരനാർ അറിയോ? എന്താ അങ്ങനെ ചോദിക്കണേ? അല്ല, ഞങ്ങളെയൊക്കെ മറന്നു തോന്നി. അച്ഛൻ വരണമെന്ന് പറഞ്ഞിട്ട് മോളെന്താ എയർപോർട്ടിൽ വരാഞ്ഞത്? ക്ലാസ് ഉണ്ടായിരുന്നു. ഓഹോ, വെരി ഗുഡ്. ക്ലാസ് വരൂ, പോവാം. മോള് ചെല്ലു, അച്ഛൻ വരാം. നിങ്ങൾ പോയിക്കോളൂ, സ്കൂട്ടർ അവിടെ ഇരുന്നോട്ടെ. സുധാരനാർക്ക് ഗാർഡനിങ്ങിൽ ഇത്തിരി കമ്പുണ്ടല്ലേ? അച്ഛൻ പറഞ്ഞു ഇപ്പൊ അമ്മൂനും പാർന്നിട്ടുണ്ടെന്ന്. അവൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതാണ്. വാശി, ദേഷ്യം, മൂക്കത്തായിരുന്നു ചുണ്ടി. അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒക്കെ സമ്മതിച്ചു കൊടുത്തു. ഇപ്പോ അവൾക്ക് എന്നെ മനസ്സിലാവണില്ല. ഓഫ് കോഴ്സ് എന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് റൈറ്റ്. 35 വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ട ആളയാൻ. ഞങ്ങളുടെ ലൈഫും അത്ര സുഖകരമായിരുന്നില്ല. സംശയക്കാരിയ ഒരു ഭാര്യ, അതും അമേരിക്കൻ ലൈഫിൽ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ലേഡി ഉണ്ട്. വേണമായിരുന്നെങ്കിൽ എനിക്കവരെ മാരേജ് ചെയ്യാമായിരുന്നു. ഐ മീൻ ലീഗലി. ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇവളാലോചിച്ചിട്ടാ. ഇപ്പൊ ആ സ്ത്രീയിൽ എനിക്കൊരു കുട്ടിയുണ്ട്. ആൻഡ് ഐ ആം ഹാപ്പി ദെയർ. എന്റെ മകൾ എന്നെ ഒരു മനുഷ്യനായിട്ടൂടി കാണണ്ട മിസ്റ്റർ നായർ. സുധാകരന് ബോറടിക്കുന്നുണ്ടോ? എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് സുധാകരന് ഊഹിക്കാൻ കഴിയും ഇല്ലേ? നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. സംഭവിക്കാവുന്നതാണ്. പക്ഷേ എന്റെ മകൾ എനിക്ക് വിട്ടുതരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അവളെ പിടിച്ചെടുക്കരുത്. ഏട്ടാ, തളർന്നു പോരുത്. എല്ലാവർക്കും അവരവരുടെ ദുഃഖങ്ങളുണ്ട്. ഏട്ടൻ ഇനിയെങ്കിലും പഠിക്കണം. സ്വന്തം ദുഃഖങ്ങളെക്കാൾ വലുതല്ല മറ്റുള്ളവരുടെ.